നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. പയ്യൻകുളം നവയുഗ കലാകായിക സാംസ്കാരിക സമിതിയാണ് കോയിവിള ഗവൺമെന്റ് LPSൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നവയുഗ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കോയിവിള ഗവൺമെന്റ് LPSലാണ് ക്യാമ്പ് നടത്തിയത്. തേവലക്കര ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡംഗം അനിൽകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നവയുഗ കലാകായിക സാംസ്കാരിക സമിതി വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് പലവിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളും ഏർപ്പെടുന്നതോടൊപ്പം തന്നെ സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിന് ഒരു മാതൃക കാണിക്കുകയാണ് ഇന്നവർ ഈ ക്യാമ്പിൻ്റെ പ്രചോദനമായിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഈ ക്യാമ്പിന് നമ്മുടെ സ്കൂൾ വേണമെന്ന് ആവശ്യമായി ഈ നവയുഗയുടെ ആരോഗ്യം എന്നെ സമീപിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഇന്ന് നമ്മുടെ വരും തലമുറകളെല്ലാം ലഹരിക്ക് അടിമയായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നമ്മുടെ സമൂഹത്തിൻ്റെ തിന്മകളെ മാറ്റാൻ വേണ്ടി ഈ ക്യാമ്പിന് വേണ്ടി പ്രയത്നിക്കാൻ അവർ കാണിച്ച താല്പര്യം വളരെ സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തോട് സ്കൂൾ അധികാരികളുമായി സംസാരിച്ച് യഥാർത്ഥത്തിൽ ഒരു സ്കൂളിൻ്റെ പരിധി ഒരു പൊതു പ്രവർത്തനങ്ങൾക്ക് വേറൊരു ആൾക്കാർ കൊടുക്കുന്നതല്ല, പക്ഷേ സ്കൂൾ അധികരിക്കുകയാണ്. ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്തു. പരിചയസമ്പന്നരായ ഓപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. നിരവധി പേരാണ് ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയത്. മിടുക്കന്മാരായ നമ്മുടെ കുഞ്ഞനിയന്മാര് സംഘടിപ്പിക്കുന്ന അഹല്യ ഐ ഫൗണ്ടേഷന് മുന്നിൽ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇത് കുറച്ച് നാളായിട്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു, ക്ലബിൻ്റെ ഭാരവാഹിയാണോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാൻ എന്നിട്ട് നമ്മുടെ അനന്തൂൻ്റെ നമ്പർ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം അനന്തുമായിട്ടൊരു കോണ്ടാക്ട് ചെയ്തിട്ട് ഇങ്ങനൊരു ഇന്നൊരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമുക്ക് എപ്പോഴും നമ്മുടെ ഇത് പറയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പറയാതെ പോകാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പ്രദേശത്ത് ഇപ്പം ഇവിടെ ഇടയ്ക്ക് വെച്ച് സ്കൂളിൽ ഗ്രൗണ്ടിൽ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനൊരു അസൗകര്യം ഉണ്ടായപ്പോൾ പോലും നല്ല രീതിയിൽ ഇടപെടൽ നടത്തി. കാരണം നമ്മുടെ ഇന്നത്തെ കാലത്ത് കുട്ടികൾ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കളിലേക്ക് പോകുമ്പോൾ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അതിനൊക്കെ ഒരു കുറേയെങ്കിലും തടയിടാൻ വേണ്ടി അവർക്ക് വൈകിട്ട് 2 മണിക്കൂർ സ്പോർട്സിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മുടെ ഗ്രൗണ്ട് വിട്ടുകൊടുക്കണം. ന്യൂസ് ബ്യൂറോ, ചവറ.